ഒരു സന്യാസി വര്യൻ ഏറ്റവും ശ്രദ്ധേയനായ ഒരു സാമൂഹിക സാംസ്കാരിക ആശയ തലത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ നവോത്ഥാനത്തിന്റെ മുമ്പിൽ നടന്ന ഒരു മനുഷ്യൻ കാഷായ വസ്ത്രമല്ല ശുഭ്രവസ്ത്രമായിരുന്നു. അയാൾ കമ്മ്യൂണിസ്റ്റൊന്നുമല്ല കേട്ടോ, ഞാൻ പറയുന്നത് ഒരു ഗുരുവിനെയാണ്, സ്വാമികളാണ്. പറ കാഷായ വസ്ത്രമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാഷായ വസ്ത്രമല്ല അദ്ദേഹം ധരിക്കേണ്ടത്. ആരാ അങ്ങനെ ഒരു സന്യാസിയുണ്ട്? ഗാന്ധിജി സന്യാസിയാണ്. ഗാന്ധിജി ആരാ? വിവേകാനന്ദനാണ്. നാരായണഗുരു ശുഭ്രവസ്ത്രധാരിയാണോ? ചട്ടമ്പി സോനി ആരാ പറഞ്ഞു കേൾക്കുന്നു. ആരാ പറ? നാരായണ പേരുന്ന പേര് മായ സ്ഥാനാർത്ഥിയാണ്. മായ സ്ഥാനാർത്ഥിയാ കൈയടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരവിട്ടില്ല. മായൊക്കെ ഉത്തരവിട്ടു ചട്ടമ്പി സ്വാമി. ഈ ചട്ടമ്പി സ്വാമിയുടെ വീട് ഞാൻ വിചാരിച്ചെന്താ ഇവിടെ ചട്ടമ്പി ഇരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഇതിന്റെ ചരിത്രപരമായിട്ട് ഇതൊന്ന് വായിക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോൾ ചട്ടമ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേട്ടയില്ലേ, തിരുവനന്തപുരത്തെ പേട്ട, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുമ്പോഴാണെന്ന് പേട്ട റെയിൽവേ സ്റ്റേഷന് അവിടെ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം ഉണ്ടായിരുന്നേ. അവിടെ ഇദ്ദേഹത്തെ ചേർത്തു പഠിക്കാൻ. അങ്ങനെ പഠിക്കാൻ ചേർത്തപ്പോൾ ഈ പഠിക്കാൻ ചേർന്ന കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന മോണിറ്ററുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ആ ഗുരുകുലത്തിന്റെ ഒരു ലീഡർ, നേതാവ്. ആ നേതാവിന്റെ അന്നത്തെ ഒരു പേരാണ് എന്ത്? ചട്ടമ്പി. അങ്ങനെയാണ് ചട്ടമ്പി സ്വാമികൾ എന്നുള്ള പേര് പിന്നീട് അദ്ദേഹം എടുത്തത്. അത് പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു പേരാണ് ചട്ടമ്പി. അങ്ങനെ ചട്ടമ്പി എന്ന് പറഞ്ഞ അവസാനം ചട്ടമ്പി സ്വാമികളായി. ചട്ടമ്പി സ്വാമികൾ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രമുഖനായ വളരെ വളരെ ശ്രദ്ധേയനായ ഒരു സ്വാമി വൈദ്യനായിരുന്നു. അദ്ദേഹം രണ്ട് കാര്യമാണ് അവതരിപ്പിച്ചത്. ഒന്ന്, ഈ പരശുരാമന്റെ ഏറുകൊണ്ട് ബ്രാഹ്മണർക്ക് കിട്ടിയ നാടാണ് കേരളം എന്ന കൃത്യകഥ ശുദ്ധ അസംബന്ധമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.